ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു. മറ്റന്നാൾ ന്യൂഡൽഹി AKG ഭവനിൽ പൊതുദർശനം. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. നികത്താനാകാത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം. തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്ന 10 പേരും രോഗമുക്തരായതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ധനവിഹിതത്തിന്റെ ന്യായവും സന്തുലിതവുമായ വിതരണത്തിന് കേന്ദ്രം തയ്യാറാകണമെന്ന് ധനമന്ത്രിമാരുടെ കോൺക്ലേവിൽ കേരളം. പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ കടന്നു. വാർത്തകൾ വിശദമായി. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹി എയിംസിൽ ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിലെ AKG ഭവനിൽ ഭൌതിക ശരീരം മറ്റന്നാൾ പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് പൊതുദർശനം. തുടർന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഭൌതിക ശരീരം മെഡിക്കൽ പഠനത്തിനായി എയിംസിന് കൈമാറും. സജീവവും സവിശേഷവുമായ ഇടപെടലുകളിലൂടെ ഏറെക്കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സാന്നിധ്യമായിരുന്നു സീതാറാം യെച്ചൂരി. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായി പ്രവർത്തിച്ച അദ്ദേഹം ജനകീയ വിഷയങ്ങൾ ശ്രദ്ധേയമാം വിധം പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. JNU വിദ്യാർത്ഥിയായിരിക്കെ 1974 SFIയിൽ ചേർന്നതോടെയാണ് സീതാറാം യെച്ചൂരി രാഷ്ട്രീയത്തിലെത്തുന്നത്. തൊട്ടടുത്ത വർഷം CPMൽ അംഗമായി. 1978 SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അതേ വർഷം തന്നെ SFI അഖിലേന്ത്യാ പ്രസിഡന്റായി. 1985 12ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി. 14ാം പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തോടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായി. വിശാഖപട്ടണത്ത് 2015 നടന്ന 21ാം പാർട്ടി കോൺഗ്രസിലാണ് പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഹൈദരാബാദ്, കണ്ണൂർ പാർട്ടി കോൺഗ്രസുകൾക്ക് പിന്നാലെയും ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി തുടർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. വിദ്യാർത്ഥി നേതാവെന്ന നിലയിലും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും സീതാറാം യെച്ചൂരിക്ക് വേറിട്ട ശബ്ദമുണ്ടായിരുന്നുവെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. പാർലമെന്റേറിയൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു യെച്ചൂരിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. യെച്ചൂരിയുടെ വിയോഗം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഖാവ് സീതാറാം വിദ്യാർത്ഥി ജീവിതത്തിലൂടെ തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. ആ കാലം തൊട്ട് രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറിയിരുന്നു. ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് സീതാറാമിന്റെ സ്ഥാനം എക്കാലം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട്. പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല. അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖമായിരുന്നു യെച്ചൂരിയെന്ന് മന്ത്രി P. രാജീവും അദ്ദേഹത്തിന്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് സ്പീക്കർ AN ഷംസീറും അനുസ്മരിച്ചു. കലർപ്പില്ലാത്ത ആശയവ്യക്തതയോടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കായി നിലകൊണ്ട പൊതുപ്രവർത്തകനായിരുന്നു യെച്ചൂരിയെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ അനുസ്മരിച്ചു. സീതാറാം യെച്ചൂരിയുടെ വിയോഗം രാജ്യത്തെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടമാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 10 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ലോകത്താകെ രോഗമുക്തി നേടിയ 25 പേരിൽ 14 പേരും കേരളത്തിൽ നിന്നാണ്. തുടക്കം മുതൽ കൃത്യമായി രോഗനിർണയം നടത്തുകയും ഫലപ്രദമായ ചികിത്സ നൽകുകയും ചെയ്തതുകൊണ്ടാണ് ഇത്രയേറെ പേരെ ഭേദമാക്കാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് മരണമടഞ്ഞയാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന RRT യോഗം ചേർന്ന് പ്രതിരോധവും ചികിത്സയും ഏകോപിപ്പിച്ചു. ആഗോളതലത്തിൽ 97% മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. എന്നാൽ കേരളത്തിലെ മരണനിരക്ക് 26% കുറയ്ക്കാൻ സാധിച്ചു. ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് 11 പേർ മാത്രമാണ്.
അതേസമയം ഇതുവരെ 14 പേരെ രോഗമുക്തരാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മെഡിക്കൽ കോളേജിലെയും ആരോഗ്യവകുപ്പിലെയും മുഴുവൻ ടീമിനെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിന് ആരോഗ്യവകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ധനവിഹിതത്തിന്റെ ന്യായവും സന്തുലിതവുമായ വിതരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ധനമന്ത്രിമാരുടെ ഏകദിന കോൺക്ലേവ് തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തമിഴ്നാട്, കർണാടക, പഞ്ചാബ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ധനമന്ത്രിമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും വിഷയ വിദഗ്ധരുടെയും സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. പ്രസ്തുത വിഷയം 16ാം ധനകാര്യ കമ്മീഷന് മുൻപാകെ ഉന്നയിക്കും. കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന സർചാർജുകളുടെയും സെസ്സുകളുടെയും വർദ്ധിച്ചുവരുന്ന പ്രവണതയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഇതിപ്പോൾ മൊത്ത നികുതി വരുമാനത്തിന്റെ 20% വരും. സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന നികുതികളുടെ ഡിസിസീവ് പൂളിൽ ഉൾപ്പെടുത്തിയതിനാൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതത്തിൽ കുറവുണ്ടാകുന്നതിലേക്ക് നയിച്ചു. ഈ പ്രവണത 16ാം ധനകാര്യ കമ്മീഷൻ പരിഗണിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലാൻഡ് ട്രിബ്യൂണലുകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ കേസുകളിലും ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്ന 2026 മാർച്ചോടുകൂടി തീർപ്പുണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ വൈക്കം ചെമ്മനത്തുകരയിൽ പട്ടയം വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 വർഷം കൊണ്ട് 1,80,882 പട്ടയങ്ങളാണ് സർക്കാർ വിതരണം ചെയ്തത്. അർഹരായ മുഴുവൻ പേർക്കും പട്ടയം ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ആദ്യമായി KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം വിതരണം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണയായി നൽകാൻ തീരുമാനമായത്. KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം തുടർന്നും വിതരണം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൽക്കാലിക പുനരധിവാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി ഓണക്കിറ്റ് വിതരണം തുടങ്ങി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് 18 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകൾ തയ്യാറാക്കിയത്. 250 കിറ്റുകൾ ദുരന്തബാധിതർ താമസിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ചു നൽകി. അനധികൃതമായി മാലിന്യം തള്ളുന്നത് തടയുന്നതിന് കണ്ണൂർ ജില്ലയിൽ പരിശോധന കർശനമാക്കുന്നു. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നിലവിൽ പരിശോധന ശക്തമായി പുരോഗമിക്കുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരന്റെ റിപ്പോർട്ട്. പൊതു ഇടങ്ങളിലും രഹസ്യ കേന്ദ്രങ്ങളിലും മാലിന്യങ്ങൾ തള്ളുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ പരിശോധന കർശനമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തീരുമാനിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ തങ്ങളുടെ പരിധിയുള്ള എല്ലാ കടകളും സ്ഥാപനങ്ങളും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്കോ അംഗീകാരമുള്ള ഏജൻസികൾക്കോ കൈമാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കണ്ണൂർ ജില്ലാ ജോയിന്റ് ഡയറക്ടർ സറീന റഹ്മാൻ നിർദ്ദേശിച്ചു. ചൈനയിൽ നടക്കുന്ന പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ കടന്നു. 1-3 ഗോളുകൾക്കാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കൊറിയയെ പരാജയപ്പെടുത്തിയത്. ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി. നവീകരിച്ച ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് നാടിന് സമർപ്പിച്ചു. വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 4.25 കോടി രൂപയുടെ ചെലവിലാണ് പാർക്ക് നവീകരിച്ചത്. ഇതോടനുബന്ധിച്ച് ഒരാഴ്ച നീളുന്ന കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും. ഓണവിപണിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് രൂപീകരിച്ച സ്ക്വാഡുകൾ കൊല്ലം ജില്ലയിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിച്ചു. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കൽ, ഉപഭോക്താക്കൾക്ക് യഥാസമയം ബില്ലുകൾ നൽകൽ എന്നിവയിലെ വീഴ്ച, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത, അമിതവില ഈടാക്കൽ എന്നിവ കണ്ടെത്തുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു. മറ്റന്നാൾ ന്യൂഡൽഹി AKG ഭവനിൽ പൊതുദർശനം. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. നികത്താനാകാത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം. തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്ന 10 പേരും രോഗമുക്തരായതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ധനവിഹിതത്തിന്റെ ന്യായവും സന്തുലിതവുമായ വിതരണത്തിന് കേന്ദ്രം തയ്യാറാകണമെന്ന് ധനമന്ത്രിമാരുടെ കോൺക്ലേവിൽ കേരളം. പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.